തൗഫീഖ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ പുതുയുഗ യാത്ര എന്നൊക്കെ UDF പറയുമ്പോൾ നിങ്ങളെ ഭരിക്കാൻ അവസാനം ഏൽപ്പിച്ച കാലത്ത് നിങ്ങൾ കേരളത്തിൽ ചെയ്തു വെച്ചത് എന്താണ്? നിങ്ങൾക്ക് എത്രമാത്രം ആശ്വാസവും ആവേശവും കേരളത്തിൻ്റെ മുന്നേറ്റത്തെയും അടയാളപ്പെടുത്താനായി എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ നിന്ന് പിന്നീട് വന്ന 10 വർഷക്കാലം, ആ 10 വർഷക്കാലം ചെയ്തത് വെച്ചുകൊണ്ടാണ് വികസന മുന്നേറ്റം എന്ന നിലയിൽ LDF അവരുടെ രാഷ്ട്രീയ വിശദീകരണ ജാഥ മുന്നോട്ട് കൊണ്ടുവന്നത്. കാരണം അത്രമേൽ വികസനം ചെയ്തു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസനത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ അവതരിപ്പിക്കുന്ന, അടയാളപ്പെടുത്തുന്ന ജാഥ. അപ്പോൾ സ്വാഭാവികമായും ഈ താരതമ്യങ്ങളുണ്ടാകും. ഉമ്മൻചാണ്ടിയുടെ 2011-16 ഇപ്പോൾ വസീഫ് ഇവിടെ സാന്ദർഭികമായി പറഞ്ഞല്ലോ, 11-16 ഭരണകാലത്തെ വിദ്യാഭ്യാസ രംഗം എന്തായിരുന്നു എന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് 16-26 കൂടി നോക്കാം. കാരണം ജനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ. ആ ദൃശ്യങ്ങൾ കണ്ട ശേഷം തൗഫീഖിലേക്ക് വരാം. സ്കൂളുകൾ ഇത് 11-16 UDF ഭരണകാലം, ഉമ്മൻചാണ്ടി ഭരണകാലത്തെ. നേരത്തെ വസീഫ് ഈ ചർച്ചയിലേക്ക് അത് എടുത്തിട്ടു, മലാപ്പറമ്പിനെ കുറിച്ച് പരാമർശിച്ചു. ആ കാലത്തെ ദൃശ്യങ്ങളാണ് ആ കാലത്തെ വാർത്തകളിൽ ഇടം പിടിച്ച നമ്മുടെ സ്കൂളുകളെ ഏത് നിലയിലായിരുന്നു. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹം പഠിച്ച സ്കൂളാണ്, ആ കാലത്തെ സ്കൂളാണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. ഇത് 2011-16. ഇവിടെ നിന്ന് 16-26 മാറ്റമാണോ അതോ പിന്നോട്ട് പോവുകയായിരുന്നോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് നമ്മൾ വിവേചന ബുദ്ധിയോടെ, വകതിരിവോടെ, യുക്തിയോടെ വിലയിരുത്തേണ്ട കാര്യമാണ്. ഇത് 16 ആരംഭിച്ച് 26 എത്തി നിൽക്കുന്ന 2 പിണറായി സർക്കാരുകളുടെ കാലത്തെ വിദ്യാഭ്യാസ രംഗത്തെ അടയാളപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത്. ഇതാണ് താരതമ്യം എന്ന് പറയുന്നത്. ഈ താരതമ്യം വെച്ചുകൊണ്ട് വേണ്ടേ തൗഫീഖ്, യഥാർത്ഥത്തിൽ നിങ്ങൾ പുതുയുഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭരിച്ചപ്പോൾ ഒരു ഇരുണ്ട യുഗമല്ലേ കേരളത്തിന് സമ്മാനിച്ചത്? അതാണ് സ്കൂളുകളുടെ കാര്യത്തിൽ കണ്ടത്. ബാക്കിയുള്ളത് പിന്നാലെ നമുക്ക് ഓരോന്നായി നോക്കാം. തൗഫീഖ്. എന്തായാലും വസീഫ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതായത് നുണകൾ കേട്ട് കേരളത്തിലെ ജനങ്ങളെ ഇനി വിശ്വസിക്കില്ല. കാരണം കഴിഞ്ഞ 9.25 വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മോഹനസുന്ദര വാഗ്ദാനം നൽകി അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ ഇനിയും അതേ തെറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റും എന്ന് വസീഫ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഏതായാലും നടക്കാൻ പോകുന്നില്ല. വസീഫിൻ്റെ വാക്കുകൾ ശരിയായി വരും. ഇനിയും LDF അടച്ചുവിട്ട നുണകൾ കേട്ട് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് ആമുഖമായി പറഞ്ഞു വെക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഇവിടെ അങ്ങ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്രയെ അടക്കം വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഏറെ അഭിമാന ബോധത്തോടു കൂടി തന്നെ പറയട്ടെ, അതായത് പൊള്ളയായ വികസന വാഗ്ദാനങ്ങൾ നൽകി കേരളത്തെ പറഞ്ഞു പറ്റിച്ച ഇടതു സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് ബദലായി പൗരപ്രമുഖരെയല്ല മറിച്ച് ജീവിതത്തിൻ്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശയപരമായി നടക്കാൻ പോകുന്ന വികസന സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് വരുംകാല കേരളത്തെ വിഭാവനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് ഏറെ അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ. ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവുകൾ നടത്തി, ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവുകൾ നടത്തി, ഞങ്ങൾ ഇൻഡസ്ട്രിയൽ കോൺക്ലേവുകൾ നടത്തി. അങ്ങനെ ഓരോ മേഖലയിലും ഞങ്ങൾ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഭാവി കേരളം എങ്ങനെയായിരിക്കണമെന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടി വികസനം അഡ്രസ്സ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, ഭരണരംഗത്ത് പുതുയുഗം തുടക്കം കുറിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ അങ്ങ് ചില ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ അങ്ങയോട് ഒരു ചിത്രം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം വിനോദിനി എന്ന് പറയുന്ന ഒരു 9 വയസ്സുള്ള 4ാം ക്ലാസ്സുകാരിയുടെയും ചിത്രമാണ്. അങ്ങേക്കറിയാമല്ലോ ഈ ചിത്രത്തെ പറ്റി. ആരോഗ്യവകുപ്പിൻ്റെ മേന്മ അല്പം മുമ്പ് വസീഫ് പറയുന്ന സാഹചര്യമുണ്ടായി. പ്രിയപ്പെട്ട വസീഫിനോട് സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പാലക്കാട് വടകരപ്പതി ചുരപ്പാറയിൽ 9 വയസ്സുള്ള 4ാം ക്ലാസ്സുകാരി വിനോദിനിയുടെ ചിരിച്ചിരിക്കുന്ന ചിത്രം നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്താൻ ചിരി വിടർത്തിയ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നുള്ളതാണ്. ഒപ്പം തന്നെ തകരശീറ്റിട്ട് മറച്ചിട്ടുള്ള വിനോദിനിയുടെ വീടുണ്ട്. ആ വിനോദിനിക്ക് സ്വന്തമായ ഒരു വീട് ഒരുക്കിയത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളടക്കം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി കണക്കുകൾ അടക്കമാണ് പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് തന്നെ വരാം. അതായത് ആരോഗ്യ മേഖലയെ തന്നെ നമുക്ക് എടുത്ത് ആദ്യം സംസാരിക്കാം. ഈ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നുള്ളത് ഞങ്ങൾ വെറുതെ പറയുന്ന ഒരു സാഹചര്യമല്ല. ആശുപത്രിയിലെ ശ്രദ്ധയില്ലായ്മ മൂലം ഞാൻ മുൻപ് പറഞ്ഞു, പാലക്കാട്
വടകരപതി ചുരപ്പാറയിൽ വിനോദിനിക്ക് സംഭവിക്കേണ്ടി വന്ന ദാരുണമായ സാഹചര്യം. ഇവിടെ ചികിത്സാ പിഴവ് മൂലം നമുക്കറിയാം ഒരു ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ തൗഫീഖ് കേരളത്തിന്റെ യെസ് മനസ്സിലായി. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ക്ലിയർ. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ചികിത്സാ പിഴവിലാണ്. ചികിത്സാ പിഴവ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ നിശ്ചയമായി നിർഭാഗ്യകരമാണ്. അത് പരിശോധിച്ച് തന്നെ പോകേണ്ടതാണ്. പക്ഷേ വിപുലമായൊരു പൊതുജനാരോഗ്യത്തിൽ ചികിത്സാ പിഴവിനെക്കുറിച്ച് പറയുമ്പോൾ ചികിത്സാ മികവിൻ്റെ കേരളത്തിലെ പൊതുജനാരോഗ്യത്തെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അടങ്ങുന്ന ആരോഗ്യരംഗത്തിൻ്റെ ചികിത്സാ മികവിൻ്റെ വളർച്ചയുടെ എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾ ഭരിച്ച കാലത്ത് നമുക്കൊന്ന് നോക്കാം. തൗഫീഖ് നേരത്തെ സ്കൂളുകളെക്കുറിച്ച് പറഞ്ഞു. സ്കൂട്ടായി ഒന്നും മിണ്ടിയില്ല. 11-16 സ്കൂളുകളുടെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥ 16 മുതൽ 26 വരെയുള്ള മാറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ കാട്ടി. തൗഫീഖ് അത് കണ്ടിട്ടില്ല. ഇനി ആശുപത്രികൾ നോക്കാം. 11-16 UDF ഭരണകാലത്തെ ആശുപത്രികളുടെ അവസ്ഥ എന്തായിരുന്നു? 16 മുതൽ 26 വരെ വന്ന മാറ്റം എന്തായിരുന്നു? ഇതാ നോക്ക്. ഇത് പഴയ കാലത്ത് ഉമ്മൻചാണ്ടി കാലത്ത് ഈ പറഞ്ഞ വളരെ ശോചനീയമായ ആശുപത്രി കാഴ്ചകളാണ് ഈ കാണുന്നത്. ആ കാലത്തെ വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. ആ കാലത്തെ വാർത്തകളിൽ വന്ന ദൃശ്യങ്ങളാണ്. പല വാർത്തകളിൽ ഓരോ കാലത്ത് വന്നിട്ടുള്ള ദുരിതം പിടിച്ച ആശുപത്രി കാഴ്ചകളുടെ ദൃശ്യങ്ങളാണ് കാട്ടിയത്. ഇതാ കാണുന്നത് ചോർന്നൊലിക്കുന്നത്, ഇതാ വരാന്തയിൽ മനുഷ്യർ കിടക്കുന്നത്. ഇതാ ഈ നിലയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യരംഗത്തെ നമ്മൾ കാലങ്ങളായി മികവോടെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഊർജ്ജസ്വലമായ മികവോടെ പോരാട്ട വീര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു കാലം 11-16 ഉമ്മൻചാണ്ടി UDF ഭരണകാലമാണ് കാണുന്നത്. അവിടെ നിന്ന് നമുക്ക് 16-26 വരുമ്പോൾ ആ ദൃശ്യങ്ങളിൽ വരുന്ന ആശുപത്രികളുടെ മാറ്റം, സൗകര്യങ്ങൾ ഇതെല്ലാം നോക്കൂ. നിങ്ങൾ കാണൂ. അപ്പോൾ ഏതായിരുന്നു ഇരുണ്ട കാലം? ഏതായിരുന്നു ഇരുണ്ട യുഗം? പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഇരുണ്ട യുഗം ഏതായിരുന്നു? ഒരു സംശയം വേണ്ട, അത് പിണറായി വിജയൻ. നിങ്ങൾക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ട്. ഞാൻ അങ്ങയോട് നിങ്ങളിതൊന്നും കാണുന്നില്ല. കണ്ണടച്ച് വെച്ചാൽ കാണുന്ന ഇരുണ്ട യുഗത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളാണ് കാട്ടിത്തന്നത്. 10 കൊല്ലം മുമ്പ് പൂർണ്ണമായി അങ്ങ് നിരന്തരമായി ഇടപെടുകയാണ്. ഞാൻ അങ്ങയുടെ ചോദ്യം പരിപൂർണമായ നിലയിൽ കേട്ട ശേഷമാണ് ഉത്തരം പറയാൻ തയ്യാറാകുന്നത്. അതായത് 10 കൊല്ലം മുമ്പ് കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പാക്കിയ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് വൻകിട പദ്ധതികൾ മാത്രമല്ല, സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച സാധാരണക്കാരന്റെ ജീവിതത്തിൽ സ്കൂളുകൾ കാണിച്ചു, ദാരിദ്ര്യം പിടിച്ച ദുരിതമയമായ ആശ്രയമായിട്ടുള്ള സ്കൂളുകൾ കാട്ടി, ആശുപത്രി കാട്ടി. മിണ്ടുന്നില്ല. നിങ്ങൾ അടുത്തതിലേക്ക് അവസാനിപ്പിച്ച സർക്കാരിന്റെ പേരാണ് കാരണഭൂതന്റെ സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ. നിസ്സംശയം പറയാം. നിങ്ങൾ വികസനത്തെ കുറിച്ച് സംവാദത്തിന് തയ്യാറാകൂ. ക്യാപ്സൂൾ മാറ്റിവെക്കൂ. നിങ്ങൾ ക്യാപ്സൂൾ മാറ്റിവെക്കൂ. ചോദ്യമല്ല സാർ, ഇത് ചോദ്യമല്ല. നിങ്ങൾ ഈ ചർച്ചയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല, നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു പോകരുത്. യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വളഞ്ഞു വഴിക്കാൻ നിങ്ങൾ നിങ്ങൾ ഭരിച്ച കാലത്തെ ദൃശ്യങ്ങൾ കാട്ടിയല്ലോ. ഞാൻ എനിക്ക് ബഹുമാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോ അങ്ങക്ക് അനങ്ങണ്ട, അങ്ങക്ക് ശ്രദ്ധിക്കണ്ട. ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലാണ് വെച്ചത്. ചലഞ്ചിങ് ആയി നിങ്ങളെയാണ് ചലഞ്ച് ചെയ്തത്. കോൺഗ്രസ് പ്രതിനിധി പറയുമ്പോ അത് പൂർണ്ണമായും നിങ്ങളെയാണ് ചലഞ്ച് ചെയ്തത്. നിങ്ങളെയാണ് ചലഞ്ച് ചെയ്തത്. നിങ്ങളെയാണ് ചലഞ്ച് ചെയ്തത്. അങ്ങ് പറഞ്ഞു നിങ്ങളെയാണ് ചലഞ്ച് ചെയ്തത്. കഴിഞ്ഞെങ്കിലേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ ചോദ്യം കഴിഞ്ഞോ? യെസ്, വരാം.